ഒരു സ്രഷ്ടാവാണ് സൃഷ്ടിച്ചതെന്നും അവൻ ഏകനാണെന്നും അവൻ ആരാണെന്നും അവനെ മാത്രമേ ആരാധിക്കാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടാനും പാടുള്ളൂവെന്ന് സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തിയ ശേഷം അടുത്തതായിട്ട് അയാൾ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? ചോദ്യങ്ങൾ എന്തായിരിക്കും? അങ്ങനെയുള്ള സ്രഷ്ടാവ് എന്തിനാണ് തന്നെ സൃഷ്ടിച്ചത്? എന്താണ് തന്റെ ജീവിത ലക്ഷ്യം? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ആരെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല അവനെ ആരാധിക്കാനല്ലാതെ എന്ന് 51-ാം അധ്യായത്തിലെ 56-ാം വചനത്തിലൂടെ ഖുർആൻ വ്യക്തമായ മറുപടി നൽകുന്നുണ്ടെങ്കിലും സത്യം അന്വേഷിക്കുന്ന പലരെയും അത് തൃപ്തിപ്പെടുത്തണമെന്നില്ല. കാരണം എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനായ അല്ലാഹുവിന് എന്തിനാണ് നമ്മുടെ ആരാധന? എന്തിനാണ് നമ്മുടെ പ്രാർത്ഥന? നമ്മുടെ ആരാധന ലഭിച്ചിട്ടില്ലെങ്കിൽ, പ്രാർത്ഥന ലഭിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന് എന്ത് കുറവാണ് ഉണ്ടാകുവാൻ പോകുന്നത്? സ്വാഭാവികമായ സംശയമാണ് എനിക്കുണ്ടായിട്ടുണ്ട്. ഇതിലൊരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതെന്നറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന 67-ാം അധ്യായത്തിലെ 2-ാം വചനത്തിലൂടെ മനോഹരമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ ആരാധനയും പ്രാർത്ഥനയും ഒരു ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള ശക്തമായ ആയുധങ്ങളാണത്. നന്മയുടെ പാതയിലൂടെ നാം സഞ്ചരിക്കാനും തിന്മയുടെ പാതയിലൂടെ പോകാതിരിക്കാനുമുള്ള പരിശീലനമാണ് ആരാധനകളും നമസ്കാരങ്ങളും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. ഇനി 2-ാം അധ്യായത്തിലെ 177-ാം വചനം വായിക്കുമ്പോൾ സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തി അത് കൂടുതൽ തൃപ്തിപ്പെടുത്തും. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിലല്ല പുണ്യം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബ്ലൽ മശ്രിഖ് വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ. എന്നാൽ പുണ്യം എന്ത്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ. ഖുർആന്റെ ശൈലിയാണ്. ആദ്യം അതല്ല പുണ്യം എന്ന് പറയുന്നു, പിന്നീട് പുണ്യം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു ജിജ്ഞാസ വരുന്നു. എന്നിട്ട് വിശ്വാസത്തിന്റെ അടിത്തറ, ഒരു കെട്ടിടത്തിന്റെ ബലം എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്, അടിത്തറയാണ്. അടിത്തറയെ സംബന്ധിച്ചാണ് ആദ്യം പറയുന്നത്. അങ്ങനെ വിശ്വാസത്തിന്റെ അടിത്തറയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നു വാതൽ മാല ലഹുബിഹി ദബിൽ ഖുർബാ വൽ യതാമ വൽ മസാകിന വബിനസ് സബീലി വസായിലിന വഫിർ റികാബ്. ധനത്തോട് സ്നേഹമുള്ളപ്പോൾ ധനം ബന്ധുക്കൾക്കും അഗതികൾക്കും വഴിയാത്രക്കാർക്കും ചോദിച്ചു വരുന്നവർക്കും അടിമാമോചനത്തിനും എല്ലാം നൽകുകയും. ഇവിടെ ഹുബ് എന്ന ഒരു പദം ഖുർആന്റെ ഒരു പദമാണ്. ധനത്തോട് സ്നേഹമുള്ളപ്പോൾ, കബറിലേക്ക് കാലും നീട്ടിയിരിക്കുമ്പോൾ ലാംബോഗിനി നമുക്ക് വേണ്ട, ബെന്റ്ലി വേണ്ട, റോൾസ് റോയ്സ് വേണ്ട, മെർസിഡീസ് വേണ്ട, BMW വേണ്ട, നമുക്ക് വിലയേറിയ ടെലിവിഷനുകൾ വേണ്ട, വിലയേറിയ മൊബൈൽ ഫോണുകൾ വേണ്ട, ഒന്നും വേണ്ട. മറിച്ച് ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലൊരു ചിന്തയുണ്ടാകും. വിലയേറിയൊരു മൊബൈൽ ഫോൺ ഒരു വശത്ത്, അതിൽ നിന്നും അല്പം പണമെടുത്ത് സഹജീവിക്ക് കൊടുക്കുക എന്നതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവിടെയാണ് ഖുർആന്റെ ശൈലി. പണത്തോട് സ്നേഹമുള്ളപ്പോൾ, ഹുബുള്ളപ്പോൾ. എന്നിട്ട് പറഞ്ഞു വഖാമസ്വലാത്ത്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തുടക്കത്തിൽ നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിക്കുന്നതിലല്ല പുണ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം വരും, നമസ്കാരത്തിന് പ്രാധാന്യമില്ലേ? ഇല്ല. നമസ്കാരം നിലനിർത്തണം. വർഷത്തിൽ ഒരിക്കലല്ല, മാസത്തിൽ ഒരിക്കലല്ല, ആഴ്ചയിൽ ഒരിക്കലല്ല, ദിവസത്തിൽ ഒരിക്കലല്ല, ദിവസത്തിൽ 5 നേരം. പലരുടെയും മനസ്സുകളിൽ ഒരു സംശയമുണ്ടാകും. എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ചിന്തകൾ, പലരുടെയും ചിന്തകൾ പങ്കിട്ടതാണ് ഞാൻ പറയുന്നത്. മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിന് ശരീരം കൊണ്ട് ഈ കസറത്ത്? ഏകദേശം 90 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ പത്രപ്രവർത്തകനായ ലിയോപോളിന് ഈ സംശയം തന്നെയുണ്ടായി. പലസ്തീനിലെ ഒരു ഹോട്ടൽ മുറിയുടെ ജാലകത്തിലൂടെ അദ്ദേഹം പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വൃദ്ധന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ നമസ്കരിക്കുന്നു. പല ദിവസങ്ങൾ ഇത് ആവർത്തിച്ചപ്പോൾ ഒരു ദിവസം ആ വൃദ്ധനോട് ചോദിച്ചു, ദൈവത്തോട് നന്ദി പറയണമെങ്കിൽ മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞാൽ പോരെ? എന്തിനീ ശരീരം കൊണ്ടുള്ള കസറത്ത്? ആ വൃദ്ധൻ ലിയോപോളിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മനസ്സുകൊണ്ട് മാത്രം നന്ദി പറയുക എളുപ്പമാണ്, പക്ഷേ ആ നന്ദിക്ക് ആത്മാർത്ഥത വേണമെങ്കിൽ മനസ്സും ശരീരവും ഒരുമിച്ച് ഏകാഗ്രതയോടെ നിർത്തണം. മനസ്സും ശരീരവും സൃഷ്ടിച്ചു തന്ന സ്രഷ്ടാവിനോട് ഞങ്ങൾ മുസ്ലിങ്ങൾ രണ്ടും കൊണ്ട് നന്ദി പറയുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞ് ഞങ്ങൾ കൈകെട്ടുന്നു. അതിനുശേഷം ഞങ്ങൾ സർവസ്വവും അവന്റെ മുൻപിൽ കീഴൊതുങ്ങുന്നതായി പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഞങ്ങൾ ലോകങ്ങളുടെ നാഥനായ അവനെ ഞങ്ങൾ സ്തുതിക്കുന്നു.
പിന്നീട് അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് മാത്രമേ ദൈവിക സഹായം തേടുകയുള്ളൂ എന്ന പ്രഖ്യാപനത്തിലൂടെ വിശ്വാസപരമായ അധാർമികമായ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾ മാറി നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്നും അക്രമകാരികൾ ഞങ്ങളെ പെടുത്തരുതേ എന്ന പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക മാത്രമല്ല, ഞങ്ങൾ സ്വയം ഞങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന നന്മയുടെ പാതയിലൂടെ വേണം സഞ്ചരിക്കാൻ, തിന്മയിലൂടെ സഞ്ചരിക്കരുത്. പിന്നീട് ഞങ്ങൾ ശിരസ്സു കുമ്പിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അവസാനം സുജൂദിൽ പോയിട്ട് ഒരു മണൽത്തരിയേക്കാൾ ഞങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ നിസ്സാരന്മാരാണെന്ന് ഭരണാധികാരിയും ഭരണീയരും ധനികനും ദരിദ്രനും പണ്ഡിതനും പാമരനും എല്ലാവരും പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ ഞങ്ങളുടെ എല്ലാ അഹങ്കാരങ്ങളും ഞങ്ങൾ അടിയറവെക്കുകയാണ്. അവസാനം സലാം വീട്ടിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ഞങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത മുൻപരിചയമില്ലാത്ത എല്ലാവർക്കും അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൽ തട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു വൃദ്ധന്റെ നാവിൽ നിന്നും ഇതുപോലൊരു ഉത്തരം ലിയോപോൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അത് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് നയിക്കുകയും അദ്ദേഹമാണ് റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പാത രചിച്ച മുഹമ്മദ് അസദ് ആയി മാറിയത്. അങ്ങനെ ഒരു സത്യം അന്വേഷിക്കുന്ന വ്യക്തിക്ക് സൃഷ്ടാവുണ്ടെന്നും സൃഷ്ടാവേകനാണെന്നും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂവെന്നും ആരാധനയും നമസ്കാരങ്ങളുമെല്ലാം നന്മ ചെയ്യിക്കാനും തിന്മയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ശക്തമായ ആയുധങ്ങളാണെന്ന് ബോധ്യപ്പെട്ട ശേഷവും അങ്ങനെയുള്ളൊരു വ്യക്തി അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്നില്ല, പ്രാർത്ഥിക്കണമെന്നില്ല, അനുസരിക്കണമെന്നില്ല. ഇതെല്ലാം ചെയ്യണമെങ്കിൽ അള്ളാഹുവിനോടുള്ള നന്ദി ഹൃദയത്തിൽ ഉണ്ടാകണം. നിങ്ങൾക്ക് ആരെങ്കിലും പണം നൽകി സഹായിച്ചാലും തൊഴിൽ നൽകി സഹായിച്ചാലും അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചാലും ആ വ്യക്തിയോട് നിങ്ങൾക്കൊരു നന്ദി ഉണ്ടാകില്ലേ? ഈ മനഃശാസ്ത്രമാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അതിൽ നിന്ന് മഴ വർഷിക്കുന്നതും അതിലൂടെ മൃതഭൂമിക്ക് ജീവൻ നൽകുന്നതും ഭൂമിയിലെങ്ങും ജീവജാലങ്ങളെ വ്യാപിപ്പിക്കുന്നതും കാറ്റിന്റെ ഗതി നിയന്ത്രിക്കുന്നതും കാറ്റിനെ കൊണ്ട് ആകാശഭൂമികൾക്കിടയിൽ മേഘങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നതും രാപ്പകലുകൾ മാറ്റി മാറ്റി വരുത്തുന്നതും ഭൂമിയെ നിങ്ങൾക്ക് താമസയോഗ്യമാക്കിയതും അതിലൂടെ അരുവികൾ ഒഴുക്കിയതും അതിൽ പർവ്വതങ്ങൾ നാട്ടിയതും ഇരു സമുദ്രങ്ങൾക്കിടയിൽ മറതീർത്തതും നിർജീവരായ നിങ്ങൾക്ക് ജീവൻ നൽകിയതും ആര് എന്നിങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങളിലൂടെ വിവിധ അധ്യായങ്ങളിൽ അള്ളാഹു ആവർത്തിക്കുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് 55-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ഒരേ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഫബി അയ്യാലായി റബ്ബിക്കും തുകദിബാൻ, ഇതിലേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഒരു സത്യവിശ്വാസ് അന്വേഷിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹുവിനോട് ഞാൻ നന്ദി കാണിക്കണം, ആ വ്യക്തിക്ക് തോന്നും. പക്ഷെ ഈ ഒരു മനസ്സുണ്ടായാലും ഇത്ര ഘട്ടങ്ങളെല്ലാം തരണം ചെയ്താലും അയാൾ ദൈവത്തെ അനുസരിക്കണമെന്നില്ല, ദൈവത്തോട് നന്ദി കാണിക്കണമെന്നില്ല. അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ എന്തു വേണം? അനുസരണക്കേടിന് ശിക്ഷ വേണം, നന്മക്ക് പ്രതിഫലം വേണം. ഈ സദസ്സിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, തെറ്റിന് ശിക്ഷ ലഭിക്കാത്ത, നന്മക്ക് പ്രതിഫലം ലഭിക്കാത്ത അള്ളാഹുവിന് നാം എന്തിന് ഭയക്കണം? അള്ളാഹുവോട് ഉണ്ടായിക്കൊള്ളട്ടെ സന്തോഷം. അള്ളാഹുവാണ് അതെല്ലാം സൃഷ്ടിച്ചത്, അതിലും സന്തോഷം. അള്ളാഹു ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അതിലും സന്തോഷം. പക്ഷെ എന്തിന് ഞാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം? ഈ ഒരു ചിന്ത സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ സ്വാർത്ഥമായ മനസ്സിലുണ്ടാകും. അവിടെയാണ് അള്ളാഹു പറയുന്നത്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളെ കളിതമാശക്ക് സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ കരുതുന്നുവോ? 99-ാം അധ്യായത്തിൽ 7-8 വചനങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്, ഒരു അണു നന്മ ചെയ്താൽ അത് കാണും, നന്മക്കനുസൃതമായ പ്രതിഫലം. ഒരു അണു തിന്മ ചെയ്താൽ അതും കാണും, ശിക്ഷ. സ്വാഭാവികമായിട്ട് പിന്നെയും മനുഷ്യന്റെ മനസ്സിൽ സംശയമാണ്, ഇതെല്ലാം സംഭവിക്കുമോ? 7-ാം അധ്യായത്തിലെ 22-ാം അധ്യായത്തിൽ 7-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അന്ത്യദിനം സംഭവിക്കുകയില്ല എന്നും കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കില്ലെന്നും നിങ്ങൾ സംശയിക്കുന്നുവോ? വ്യക്തമായ ചോദ്യമാണ്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അള്ളാഹുവിനെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ കണ്ണുകളുടെ ഘടന ഇന്ന് ഇന്റർനെറ്റിൽ പോയിട്ട് നിങ്ങളൊന്ന് ഇന്റർനെറ്റിൽ പരിശോധിക്കുക. ആ സംവിധാനം, ഈ ഒറ്റ
അവയവത്തിന്റെ ഘടനയും സംവിധാനത്തെയും സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഇത് യാദൃച്ഛികമായി ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും നിങ്ങൾക്ക് അള്ളാഹുവിനെ അംഗീകരിക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെ അംഗീകരിച്ച മനുഷ്യന്റെ മനസ്സിലും മണ്ണും ചാരവുമായി തീർന്ന് നമ്മെ എങ്ങനെയാണ് അള്ളാഹുവിന് വീണ്ടും സൃഷ്ടിക്കാൻ സാധിക്കുക? ഇതാണ് ഏകദൈവ വിശ്വാസം അടിത്തറയാണ്. പക്ഷെ പരലോക വിശ്വാസമില്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിന് അർത്ഥമില്ല. അവിടെയാണ് ഏറ്റവും മനോഹരമായിട്ട് വാസ്തവത്തിൽ ഈ വചനങ്ങളെല്ലാം വായിച്ചാലുണ്ടല്ല, ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളല്ല എന്ന് പറയില്ല. 30-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. ആദ്യ സൃഷ്ടി നടത്തിയവൻ നാമാണ് എങ്കിൽ വീണ്ടും അത് ആവർത്തിക്കുക എളുപ്പമാണ്. ഒരു മൊബൈൽ ഫോൺ ആദ്യമായിട്ടുണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നാം എല്ലാം അംഗീകരിച്ചതാണ് അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അതിന് സംശയമില്ല. കാരണം ഈ സങ്കീർണങ്ങളായ സംവിധാനങ്ങൾ യാദൃശികമായി ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. അത് അംഗീകരിച്ച് നമുക്ക് മണ്ണും ചാരവുമായി തീരുന്ന നമ്മെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അംഗീകരിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അതുകൊണ്ട് പരലോകം ഒരു യാഥാർത്ഥ്യമാണെന്ന് സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് 100% ബോധ്യപ്പെടും. അങ്ങനെ സൃഷ്ടാവാണ് സൃഷ്ടിച്ചതെന്നും അവൻ ഏകനാണെന്നും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടാൻ പാടുള്ളൂവെന്നും അവൻ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടും തിന്മയിൽ നിന്ന് മാറി നിന്നിട്ടാണെന്നും മരണാനന്തരം മണ്ണും ചാരവുമായി തീരുന്ന മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കുമെന്നും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും ലഭിക്കുമെന്നും 100% ബോധ്യപ്പെടും.